പോറ്റിയെക്കുറിച്ചാണല്ലോ വലിയ തോതിൽ പ്രചരണം നടത്തിയിരുന്നത്. അവിടെ പോറ്റിയെ കയറ്റിയത് LDFും LDF ഗവൺമെൻറ്റും ആ ഗവൺമെൻറ് രൂപം കൊടുത്ത ദേവസ്വം ബോർഡും ഒക്കെയാണ് എന്നാണല്ലോ പ്രചരിപ്പിച്ചിരുന്നത്. പോറ്റി അവിടെ കയറുന്നത് 2004 എല്ലാവർക്കും വ്യക്തമായല്ലോ. 2004 ദേവസ്വം മന്ത്രി ആരായിരുന്നു? ഇന്നത്തെ കോൺഗ്രസിൻ്റെ ഉന്നതനായ അഖിലേന്ത്യാ നേതാവ്. ആ കാലത്ത് കോൺഗ്രസ് നിയോഗിച്ച ദേവസ്വം ബോർഡ്, അതിൻ്റെ പ്രസിഡന്റ് പിന്നീട് കോൺഗ്രസ് വിട്ടിട്ടുണ്ടാവും. പക്ഷെ അന്ന് കോൺഗ്രസിൻ്റെ ആളാണല്ലോ. അന്നല്ലേ പോറ്റി ആദ്യമായിട്ട് അവിടെ കയറുന്നത്? അന്ന് തൊട്ടല്ലേ പോറ്റിക്ക് അവിടെ എല്ലാവിധ കളികളും കളിക്കാനുള്ള അവസരമൊരുക്കുന്നത്? ഇതെല്ലാം വിഷമമുണ്ടാക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് എന്നുള്ളത് കൊണ്ട് അത്തരം കാര്യങ്ങൾ പുറത്തു വരാതിരിക്കുക, അതിനാണല്ലോ ചർച്ചയിൽ നിന്ന് ഒളിച്ചോടുന്ന സമീപനം കോൺഗ്രസും UDFും സ്വീകരിച്ചത്. ഇവിടെ പോറ്റിയെ LDFോ LDF നേതാക്കളോ സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിലേതെങ്കിലും തരത്തിലുള്ള വസ്തുതയുണ്ടോ? നാം ഓർക്കേണ്ടത് നമ്മുടെ ശബരിമല ആയി ബന്ധപ്പെട്ടുള്ള ഒരു വലിയ സംഗമം, ആഗോള സംഗമം ദേവസ്വം ബോർഡ് നടത്തിയല്ലോ. അതിന് ബദൽ സംഗമം ചിലർ നടത്താൻ പുറപ്പെട്ടു. അത് പാളിപ്പോയി എന്നെല്ലാവർക്കും അറിയാം. വലിയ തോതിൽ ഭക്തരെ ആകർഷിച്ച, യഥാർത്ഥ ഭക്തർ പിന്താങ്ങിയ ആ സംഗമം. ആ സംഗമത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് അതിൻ്റെ ശോഭ കെടുത്തണം എന്ന ഉദ്ദേശത്തോടെ അതിന് തൊട്ടു മുൻപ് വലിയൊരു ആരോപണവുമായി ശബരിമലയിലെ സ്പോൺസർ എന്നവകാശപ്പെടുന്ന ഈ പോറ്റി രംഗത്ത് വന്നല്ലോ. ഓർമ്മയില്ലേ? ശബരിമലയിലെ ഏറ്റവും വിലപിടിപ്പുള്ള പീഠങ്ങൾ, ഞങ്ങൾ നൽകിയ പീഠം ഇപ്പോഴവിടെ ഇല്ല. അതെവിടെ പോയി? കട്ടുപോയി. ഇതല്ലേ പോറ്റി പരസ്യമായി പറഞ്ഞ കാര്യം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.